ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 7ാം ഘട്ടത്തിനുള്ള വിജ്ഞാപനവും നാളെ ഇറങ്ങും. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളി. സംസ്ഥാനത്ത് ചൂട് ഉയരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണം രൂക്ഷമാകും. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളിൽ ഇളവ് വരുത്തിയെങ്കിലും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രതിഷേധം തുടരുന്നു. 400 മീറ്റർ റിലേയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ ഒളിമ്പിക്സിന് യോഗ്യത നേടി. പുരുഷ ടീമിൽ 3 മലയാളികൾ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 10 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയുവിലുമാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഈ മാസം 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി വരെ കൂടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാടാണ് ഏറ്റവും ഉയർന്ന താപനില, 39 ഡിഗ്രി സെൽഷ്യസ്. ഈ ആഴ്ച വേനൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ മിന്നലോട് കൂടിയ മഴ ലഭിച്ചേക്കാം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് വൈകിട്ട് 3:30 വരെ അതിതീവ്ര തിരമാലകൾക്ക് സാധ്യത. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വള്ളത്തിലും ചെറുയാനങ്ങളിലുമുള്ള മത്സ്യബന്ധനം ഒഴിവാക്കണം. വൈകുന്നേരം 3:30 മുതൽ 1.5 മീറ്റർ ഉയരത്തിൽ അതിശക്തമായ തിരമാലകൾ കാരണം കടലാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. യാതൊരു കാരണവശാലും തീരത്ത് കിടന്നുറങ്ങരുത്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദവും ഒഴിവാക്കണം. മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റണമെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ രാവിലെ മുതൽ സ്ഥിതി ശാന്തമാണ്. ആലപ്പുഴ ജില്ലയിൽ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടൽ കരയിലേക്ക് ഇരച്ചു കയറുന്നത് തീരദേശവാസികളെ വലിയ ദുരിതത്തിൽ ആക്കി. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി R. രവികുമാർ. അമ്പലപ്പുഴ മുതൽ ആറാട്ടുപുഴ വരെയുള്ള തീരദേശത്തെ 100-ലധികം വീടുകളിൽ വെള്ളം കയറി. തീരദേശ റോഡിലേക്കും കടൽ വെള്ളം ഇരച്ചു കയറുന്നുണ്ട്. വീട് വിട്ട് തീരവാസികൾ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറി. അമ്പലപ്പുഴയിൽ നിരവധി മത്സ്യസംസ്കരണ കേന്ദ്രങ്ങളും പൂട്ടി. വളഞ്ഞ വഴിയിൽ കടൽ ഭിത്തി തകർത്താണ് കടൽ കരയിലേക്ക് ഇരച്ചു കയറുന്നത്. മത്സ്യബന്ധനം അസാധ്യമായത് തീരദേശവാസികളുടെ ദുരിതം ഇരട്ടിയാക്കി. കണ്ണൂരിൽ കടലേറ്റം രൂക്ഷമായി. ഇന്ന് രാവിലെ മുതൽ അതിശക്തമായി തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറുന്നുണ്ട്. മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിലെ തിരമാല ശക്തമാണ്. മത്സ്യബന്ധന ബോട്ടുകൾ കരയ്ക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. CMRL എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതുമണൽ ഖനനത്തിനായി വഴിവിട്ട സഹായം ചെയ്തതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് സാമ്പത്തിക സഹായം ലഭിച്ചെന്നായിരുന്നു MLAയുടെ ആരോപണം. വിഷയത്തിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്ന മാത്യു കുഴൽനാടന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്രയിൽ. ഇന്നു രാവിലെ കൊച്ചിയിൽ നിന്നും തിരിച്ച മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും കൊച്ചുമകനുമുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളിൽ ഇളവ് വരുത്തിയെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രതിഷേധം തുടരുന്നു. തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലും ടെസ്റ്റ് ഇന്നും മുടങ്ങി. തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റിനുള്ളവരുടെ പേര് വിളിച്ചത് പ്രതിഷേധക്കാർ തടഞ്ഞു. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കണ്ണൂരിലും തടസ്സപ്പെട്ടു. കണ്ണൂർ തോട്ടടയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ വിവിധ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ കിടപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു. ശനിയാഴ്ചയും ടെസ്റ്റുകൾ തടസ്സപ്പെട്ടിരുന്നു. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്നതിനുള്ള നടപടി രാവിലെ ആരംഭിച്ചു. ആനകളെ തുരത്തുന്നതിനുള്ള നടപടിയുടെ 4ാം ഘട്ടമാണ് ഇന്ന് നടക്കുന്നത്. 50ഓളം വനപാലകർ സംഘത്തിലുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ISC ICSE സിലബസ് പ്രകാരമുള്ള 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു.
99.47% വിദ്യാർത്ഥികളും 10ാം ക്ലാസ്സിൽ വിജയിച്ചു. 12ാം ക്ലാസ്സിലേക്ക് 98.19% വിജയം. കേരളമടങ്ങുന്ന തെക്കൻ മേഖലയിൽ പരീക്ഷ എഴുതിയവരിൽ 99.95% പേരും 12ാം ക്ലാസ്സിൽ വിജയിച്ചു. കേരളത്തിൽ 10ാം ക്ലാസ്സിൽ 99.99% വിദ്യാർത്ഥികളും 12ാം ക്ലാസ്സിൽ 99.93% വിദ്യാർത്ഥികളും വിജയിച്ചു. കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ അതിഥി തൊഴിലാളി മരിച്ചു. ഗുരുതര പരിക്കേറ്റ ബീഹാർ സ്വദേശി ഉത്തമാണ് മരിച്ചത്. പരിക്കേറ്റ 5 ബീഹാറുകാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. കെട്ടിടത്തിന്റെ പെയിന്റിംഗിനായി നിർമ്മിച്ച ഇരുമ്പ് ഫ്രെയിമാണ് തകർന്നു വീണത്. കോഴിക്കോട് NITയിൽ വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3ാം വർഷ വിദ്യാർത്ഥിയായ മുംബൈ സ്വദേശിയായ യോഗീശ്വർ നാഥാണ് മരിച്ചത്. കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. വെങ്ങിണിശ്ശേരി ശിവപുരം സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. ചേർപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴയിൽ ഓട്ടോറിക്ഷ കയറിൽ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നതിനിടെ ഓട്ടോ തട്ടി കയറിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തകഴി സ്വദേശി ഹരികുമാറിനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. 53 വയസ്സായിരുന്നു. ദേശീയപാത പാതിരിപ്പള്ളിയിലാണ് അപകടം. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഈ മാസം 16 മുതലാണ് വൈശാഖോത്സവത്തിലെ വിവിധ ചടങ്ങുകൾ ആരംഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. അക്കരെ കൊട്ടിയൂരിൽ കയ്യാലകളുടെ നിർമ്മാണം ആരംഭിച്ചു. 55 കയ്യാലകളാണ് നിർമ്മിക്കുന്നത്. 16-ന് നടക്കുന്ന നീരെഴുന്നള്ളത്തിന് മുൻപായി കയ്യാലകളുടെ നിർമ്മാണം പൂർത്തിയാക്കും. വാഹന പാർക്കിങ്ങിനും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനും ഇത്തവണ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളും മന്തഞ്ചേരിയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളും കൂടാതെ അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്തും ഇത്തവണ പാർക്കിങ്ങിനായി സൗകര്യമൊരുക്കും. അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് 4 ഏക്കറോളം സ്ഥലമാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. 1500ഓളം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാനാകുമെന്നാണ് കരുതുന്നത്. ഇവിടേക്ക് എത്തിച്ചേരുന്നതിനായി പുഴയ്ക്ക് കുറുകെ ബണ്ട് നിർമ്മിക്കാനും തീരുമാനമായിട്ടുണ്ട്. കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് അക്കരെ കൊട്ടിയൂരിൽ പുതിയ കിണറും വാട്ടർ ടാങ്കും നിർമ്മിച്ചിട്ടുണ്ട്. പുതിയ ശൌചാലയങ്ങളുടെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. 40 ശൌചാലയങ്ങളാണ് പുതുതായി നിർമ്മിക്കുന്നത്. 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടി. ലോക അത്ലറ്റിക് റിലേയിലെ ഹീറ്റ്സിന്റെ 2ാം റൌണ്ടിൽ രണ്ടാമതെത്തിയാണ് ഇന്ത്യൻ പുരുഷ ടീം ഒളിമ്പിക്സ് യോഗ്യത ഉറപ്പാക്കിയത്. അമേരിക്ക ഒന്നാമതെത്തി. പുരുഷ റിലേ ടീമിൽ 3 മലയാളികളുണ്ട്. മലയാളികളായ മുഹമ്മദ് അനസ് യഹിയ, അമോജ് ജേക്കബ്, മുഹമ്മദ് അജ്മൽ എന്നിവർക്ക് പുറമെ ആരോഗ്യ രാജീവ് ആണ് ടീമിലുണ്ടായിരുന്നത്. രൂപാൽ ചൌധരി, MR പൂവമ്മ, ജ്യോതിക ശ്രീ ദണ്ഡി, ശുഭ വെങ്കടേശൻ എന്നിവരടങ്ങിയ വനിതാ സംഘമാണ് ഒളിമ്പിക്സ് യോഗ്യത നേടിയത്. ഹീറ്റ്സിൽ ജമൈക്കയ്ക്ക് പിന്നിലാണ് ഇന്ത്യൻ വനിതാ സംഘം ഓടിയെത്തിയത്. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ പാരീസിലാണ് ഒളിമ്പിക്സ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെയും പരാജയപ്പെടുത്തി. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് വൈകിട്ട് 3:30 ബംഗ്ലാദേശിലെ സിൽട്ടക് സ്റ്റേഡിയത്തിലാണ് മത്സരം. 5 മത്സര പരമ്പരയിൽ ആദ്യ 3 മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 294 പോയിന്റ് ഉയർന്ന് 74,185-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 27 പോയിന്റ് നേട്ടത്തിൽ 22,515-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. സ്വർണം ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 6,605 രൂപയും പവന് 160 രൂപ ഉയർന്ന് 52,840 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 7ാം ഘട്ടത്തിനുള്ള വിജ്ഞാപനവും നാളെ ഇറങ്ങും. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളി. സംസ്ഥാനത്ത് ചൂട് ഉയരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണം രൂക്ഷമാകും. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളിൽ ഇളവ് വരുത്തിയെങ്കിലും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രതിഷേധം തുടരുന്നു. 400 മീറ്റർ റിലേയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ ഒളിമ്പിക്സിന് യോഗ്യത നേടി. പുരുഷ ടീമിൽ 3 മലയാളികൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.